അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 1 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചും സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന മലക്കുകളിൽ നിന്നുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി തന്നെ വിശദീകരിച്ചതിന് ശേഷം ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, സത്യനിഷേധികൾ അതിനെ എത്ര എതിർത്താലും ശരി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. പിന്നീട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതനും ഏറെ ഔന്നിത്യമുള്ളവനും മഹാനുമാണ്, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണ്. അതേപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവൻ അവൻ്റെ വഹയാകുന്ന റൂഹിനെ നൽകുന്നു. എന്തിനാണത്? ലിയുൻദിറ യൗമത് തലാഖ്, തലാഖിൻ്റെ ദിവസത്തെ അഥവാ പരസ്പരം കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് താക്കീത് നൽകുവാൻ വേണ്ടി. എന്താണ് ഈ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം? ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു പേരാണ് എന്ന് നാം മനസ്സിലാക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചില റിവായത്തിൽ നമുക്ക് കാണാം, യൽതഖി ഫീഹി ആദമു വ ആഖിറു വലദിഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മകനും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളെയും ആദം നബി കണ്ടുമുട്ടുന്ന ദിവസം, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ചില റിവായത്തിൽ കാണാം. വഖാല ഇബ്നു സൈദ് റഹിമഹുല്ല പറഞ്ഞത്, യൽതഖി ഫീഹി അൽ ഇബാദ്, അടിമകൾ പരസ്പരം, എല്ലാ നാട്ടിലുമുള്ള ആളുകൾ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം എന്നാണ്. വഖാല ഖതാദത്തു വസ്സുദ്ദിയു വബിലാൽ ഇബ്നു സഅദിൻ വസുഫിയാൻ ഇബ്നു ഉയൈന. ഈ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, യൽതഖി ഫീഹി അഹ്ലുസ് സമാഇ വ അഹ്ലുൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും കണ്ടുമുട്ടുന്ന അഥവാ മലക്കുകളും മനുഷ്യരും കണ്ടുമുട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വഖാല ഖതാദ ഐളൻ, ഇമാം ഖതാദ റഹിമഹുല്ല രേഖപ്പെടുത്തി, യൽതഖി ഫീഹി അഹ്ലുസ് സമാഇ വ അഹ്ലുൽ അർദ് വൽ ഖാലിഖു വൽ ഖൽഖു, സ്രഷ്ടാവും സൃഷ്ടിയും ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും കണ്ടുമുട്ടുന്ന ദിവസമാണ്. വഖാല മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, യൽതഖി ഫീഹി ളാലിമു വൽ മദ്ലൂം, അക്രമിയും ആക്രമിക്കപ്പെട്ടവനും കണ്ടുമുട്ടുന്ന ദിവസമാണ്. ചുരുക്കത്തിൽ സൃഷ്ടികൾ പരസ്പരവും, സൃഷ്ടികളും സൃഷ്ടാവും, ആകാശലോകത്തിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം കണ്ടുമുട്ടുന്ന ദിവസമായതുകൊണ്ടാണ് യൗമുത് തലാഖ്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം എന്ന് ഈ ഒരു ദിവസത്തിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. ഇൻഷാ അല്ലാഹ് ഇനി 16-ാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഹും ബാരിസൂന ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ശൈഉൻ ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. യൗമഹും ബാരിസൂൻ, ബറസ എന്ന് പറഞ്ഞാൽ വെളിവാവുക എന്നാണ്. മറഞ്ഞു നിൽക്കാതെ പുറത്തേക്ക് വരുന്നതിനാണ്, പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നതിനാണ് ബറസ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ബറസ യബറുസു ബുറൂസൻ, ബറസ യബറുസു ബുറൂസൻ, അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നവനാണ് ബാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ യൗമ, ആ ദിവസം, യൗമുത് തലാഖ് എന്ന് പറഞ്ഞാൽ അതൊരു ദിവസമാണ്. ഹും, അന്ന് അവർ അഥവാ മനുഷ്യന്മാർ, ബാരിസൂൻ, വെളിവാക്കപ്പെടും, ഖബറിൽ നിന്ന് പുറത്തേക്ക് വരും, എല്ലാ നാട്ടിലുമുള്ളവർ പ്രത്യക്ഷപ്പെടും. ഒരു തെളിഞ്ഞ പ്രതലത്തിൽ, ഒരു സമതല പ്രദേശത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. ലാ യഖ്ഫാ അലല്ലാഹി, ലാ യഖ്ഫ, ഖഫിയ യഖ്ഫ,
ഖഫാഅൻ എന്ന് പറഞ്ഞാൽ ഖഫിയ, യഖ്ഫ എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുക. ലാ യഖ്ഫ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മേൽ മറഞ്ഞു നിൽക്കുകയില്ല. മിൻഹും, അവരിൽ നിന്ന് ഷൈഉൻ, ഒന്നും തന്നെ അന്ന് മറഞ്ഞു നിൽക്കുകയില്ല. മറിച്ച് എല്ലാം പ്രത്യക്ഷപ്പെടുന്ന ദിവസം. ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മറയിടപ്പെടുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം, അന്നേ ദിവസം ആധിപത്യം, രാജാധിപത്യം ആർക്കുള്ളതാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. അപ്പോൾ ഖിയാമത്ത് നാളിൽ യൗമുത്തലാഖിൻ്റെ പ്രത്യേകത, അന്ന് എല്ലാ മനുഷ്യരും വെളിവാക്കപ്പെടും. അതേപോലെ തന്നെ അവരുടെ അടുക്കൽ എന്തെല്ലാമാണോ ഉള്ളത് അതും വെളിവാക്കപ്പെടും. അതാണ് യൗമഹും ബാരിസൂൻ, അന്ന് അവർ വെളിവാക്കപ്പെടുന്ന ദിവസം. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തി, ഐ ലാഹിറൂന ബാദൂന കുല്ലുഹും, അവരെല്ലാവരും പ്രത്യക്ഷപ്പെടും, പുറത്തു കൊണ്ടുവരപ്പെടും. ലാ ശൈഅ യുകിന്നുഹും വലാ യുദില്ലുഹും വലാ യസ്തുറുഹും, അവരെ മറയ്ക്കുന്ന, അവർക്ക് തണൽ നൽകുന്ന, അവരെ ഒളിപ്പിക്കുന്ന ഒന്നും തന്നെ അന്ന് ഉണ്ടാവുകയില്ല. ഈ ഭൂമിയിൽ മനുഷ്യന് മറഞ്ഞു നിൽക്കാൻ പല സൗകര്യങ്ങളുമുണ്ട്. ഗുഹകളിൽ അവർക്ക് മറഞ്ഞു നിൽക്കാം, പാറക്കല്ലുകൾക്കുള്ളിൽ പോയി ഒളിച്ചു നിൽക്കാം, പർവ്വതങ്ങളുടെ ശിഖരങ്ങളിലോ പർവ്വതങ്ങൾക്കുള്ളിലോ ഒളിച്ചു നിൽക്കാം, വീടുകൾക്കുള്ളിൽ ഒളിച്ചു നിൽക്കാം, ഭൂമിക്കടിയിലേക്ക് പോകാം, വെള്ളത്തിനടിയിൽ പോകാം, പലയിടങ്ങളിലും ഒളിച്ചു നിൽക്കാൻ കഴിയും ഭൂമിയിൽ. പക്ഷെ മഹ്ശറിൽ, ഖിയാമത്ത് നാളിൽ ആർക്കും ഒളിക്കാൻ പറ്റില്ല. ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും അവിടെ ഉണ്ടാവുകയില്ല. ആ നിലക്ക് വളരെ പ്രത്യക്ഷമായി സമതലമായിട്ടായിരിക്കും. ഭൂമി പോലും അങ്ങേയറ്റം നിരപ്പാക്കപ്പെടും. അവിടെ പർവ്വതങ്ങൾ ഉണ്ടാവുകയില്ല. പർവ്വതങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിച്ചു പാറ്റിക്കളയും. എന്നിട്ട് ഭൂമിയെ തന്നെ ഒരു സമതലമാക്കി കളയും. എവിടെയും ഒളിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, വളരെ പ്രത്യക്ഷമായവർ കാണുന്ന രൂപത്തിൽ സൂര്യൻ അവരുടെ തലയുടെ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയറായിരിക്കും, ഒരാൾക്കും മറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറയുന്നത്, യൗമഹും ബാരിസൂൻ ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹുവിന് മറയിടപ്പെടുകയില്ല, മറഞ്ഞു നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഐ അൽ ജമീഉ ഫി ഇൽമിഹി അലസ്സവ, അള്ളാഹുവിൻ്റെ ഇൽമിൽ, അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ എല്ലാവരും ഒരുപോലെ കാണപ്പെടും. മാത്രമല്ല, ചില ഉലമാക്കൾ പറഞ്ഞു ഇവിടെ ലാ യഖ്ഫ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് ആരും തന്നെ എന്ന് പറയാതെ ഒന്നും തന്നെ എന്ന് പറയാനുള്ള കാരണം അവരുടെ ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങൾ പോലും പുറത്താക്കപ്പെടും. യൗമ തുബുല സറായിർ, യൗമ തുബുല സറായിർ, രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്ന ദിവസം. വഹുസ്സില മാ ഫിസ് സുദൂർ, നെഞ്ചകത്തുള്ളതും പുറത്തേക്ക് വരുന്ന ദിവസം. അപ്പോൾ ഹൃദയത്തിൽ പോലും ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഹൃദയത്തിൽ പോലും ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത, എല്ലാം പ്രകടമാകുന്ന, എല്ലാം പ്രത്യക്ഷപ്പെടുത്തപ്പെടുന്ന ദിവസമാകുന്നു അന്ന്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യൗമഹും ബാരിസൂൻ, അവർ പ്രത്യക്ഷപ്പെടും, വെളിവാക്കപ്പെടുന്ന ദിവസം. ലാ യഖ്ഫ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ മറഞ്ഞു നിൽക്കുകയില്ല. മിൻഹും ഷൈ, അവരിൽ നിന്ന് ഒന്നും തന്നെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളും പ്രത്യക്ഷപ്പെടും, അവരുടെ ഉള്ളിലുള്ളതും പുറത്തു കൊണ്ടുവരപ്പെടും. ലിമനിൽ മുൽക്കുൽ യൗം, അന്നേ ദിവസം ആധിപത്യം ആർക്കാണ്? അന്നേ ദിവസം ആധിപത്യം, രാജാധിപത്യം ആർക്കാണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. ചോദ്യത്തിലൂടെ കാര്യം ഉറപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യവും ആർക്ക് തന്നെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്നെയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന ആയത്ത് സൂറത്തു ആലി ഇമ്രാനിൽ നമുക്ക് സുപരിചിതമായ ആയത്താണ്. അല്ലാഹുവാകുന്നു മാലിക്കുൽ മുൽക്ക്, എല്ലാ ഉടമസ്ഥതയുടെയും, എല്ലാ ഉടമസ്ഥന്മാരുടെയും, എല്ലാ രാജാക്കന്മാരുടെയും രാജാവും ഉടമസ്ഥനുമാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ദുനിയാവിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അതാണ് തുഅ്തിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ പരിമിതമായ ചില ഉടമസ്ഥാവകാശം, ചില
ഉടമപ്പെടുത്തലുകൾ അത് അള്ളാഹു ചെയ്യുന്നുണ്ട് അവൻ്റെ തീരുമാനപ്രകാരം. എന്നാൽ അതുപോലും നൽകപ്പെടാത്ത ലോകമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഒന്നും ഉടമപ്പെടുത്തി കൊടുക്കാത്ത എല്ലാ അധികാരവും എല്ലാ കൽപ്പനകളും ശാസനകളും അള്ളാഹുവിന് മാത്രമാകുന്ന ദിവസമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആധിപത്യം ആർക്കാണ്? സ്വഹീഹായ ഹദീസുകളിൽ കാണാം, ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ 2 കൈകളിലും ആകാശങ്ങളെയും ഭൂമിയെയും ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് വിളിച്ചു പറയുമെന്നാണ്, അള്ളാഹു വിളിച്ചു ചോദിക്കുമെന്നാണ്. അപ്പോൾ പൂർണ്ണമായും ആധിപത്യമെല്ലാം സൃഷ്ടികൾക്ക് താൽക്കാലികമായി അള്ളാഹു നൽകിയത് പോലും നഷ്ടപ്പെടുകയും എല്ലാ തീരുമാനാധികാരവും എല്ലാ ആധിപത്യവും അള്ളാഹുവിന് മാത്രമാവുകയും ചെയ്യുന്ന ദിവസമാണ് യൗമുൽ ഖിയാമ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, അന്നേ ദിവസം ആധിപത്യം ആർക്കാണ്? ലില്ലാഹ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ്. ആരാണവൻ? അൽ വാഹിദ്, അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരുമില്ല. റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മായിലോ സിഫാത്തിലോ അഫ്ആലുകളിലോ ഒന്നും തന്നെ പങ്കുകാരില്ലാത്തവനായ, പിതാവോ മാതാവോ സന്താനങ്ങളോ ഇണകളോ അതേപോലെ തന്നെ മറ്റു ശരീക്കുകളോ സഹായികളോ ഒന്നുമില്ലാത്തവൻ എന്നാണ് അൽ വാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാർ എന്ന് പറഞ്ഞാൽ ഖഹറ എന്ന വേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഖാഹിർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുന്നവൻ, എല്ലാവരെയും അതിജയിക്കുന്നവൻ, എല്ലാവരെയും തോൽപ്പിച്ച് കളയുന്നവൻ, എല്ലാവരുടെ മേലും ആധിപത്യമുള്ളവൻ. അതിനാണ് ഖഹാർ എന്ന് പറയുന്നത്. അത് മുബാലഗത്തിൻ്റെ വസ്നാണ്. ഖാഹിർ എന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായി, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അക്ബറായിട്ടുള്ളവൻ, അവന് തുല്യമായി ആരുമില്ല. അപ്പോൾ എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ എല്ലാവരെയും തോൽപ്പിക്കുന്നവനുമാണ്. എല്ലാ ഖുദ്റത്തും എല്ലാ ശക്തിയും അവനു മാത്രമാണ്. അങ്ങനെയുള്ള ഖഹാറായ ഏകനായ വാഹിദായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ രാജാധിപത്യവും എല്ലാ നിലക്കുമുള്ള ആധിപത്യവും ഉടമസ്ഥാവകാശവും ഉണ്ടാകുന്ന ആ ഒരു ഖിയാമത്ത് നാളിൽ മുഴുവൻ മനുഷ്യരും പ്രത്യക്ഷപ്പെടും. ഒരാൾ പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. ഒരു കാര്യം പോലും അവരുടെ ഹൃദയത്തിലും ഒളിച്ചു വെക്കപ്പെടുന്നതല്ല. എല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ് അത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാമത്തെ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. ഇനി 17-ാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അൽ യൗമ, ഇന്നേ ദിവസം, അഥവാ ഈ പറയപ്പെട്ട യൗമുത് തലാഖ്, യൗമഹും ബാരിസൂൻ എന്നൊക്കെ പറഞ്ഞ ആ ദിവസം, അൽ യൗമ, ഇന്നേ ദിവസം, തുജ്സ എന്ന് പറഞ്ഞാൽ ജസ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. പ്രതിഫലം നൽകുക, പ്രതിഫലം നൽകപ്പെടുക. പ്രതിഫലം, ജസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിഫലം. ആ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം തുജ്സ, പ്രതിഫലം നൽകപ്പെടും. ആർക്ക്? കുല്ലു നഫ്സിൻ, എല്ലാ നഫ്സിനും, എല്ലാ മനുഷ്യർക്കും, ബിമാ കസബത്ത്, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് ഓരോ നഫ്സിനും അന്ന് ജസാ ലഭിക്കും. അതാണ് തുജ്സ എന്ന് പറഞ്ഞാൽ, ജസാ നൽകപ്പെടും. കുല്ലു നഫ്സിൻ, എല്ലാ ആളുകൾക്കും, ബിമാ കസബത്ത്, അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. ലാ ളുൽമൽ യൗം, ഇന്നേ ദിവസം ഒരു അനീതിയുമില്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ അതിലിൻ്റെ, നീതിയുടെ ഓപ്പോസിറ്റാണ് ളുൽമ്, അക്രമം അല്ലെങ്കിൽ അനീതി. ലാ ളുൽമൽ യൗം, ഇന്നേ ദിവസം ഒരു അനീതിയുമില്ല. അണുമണി തൂക്കം പോലും അനീതി ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സരീഉൽ ഹിസാബാണ്, വളരെ വേഗത്തിൽ കണക്ക് നോക്കുന്നവനാണ്, വിചാരണ ചെയ്യുന്നവനാണ്. സറുഅ എന്ന് പറഞ്ഞാൽ
എളുപ്പമുണ്ടാക്കുക എന്നാണ്. സറഅ യസ്റഉ സറഅൻ ഔ സുർഅതൻ ഫഹുവ സരീഉൻ, അതിനാണ് സരീ എന്ന് പറയുക. വേഗത്തിൽ ചെയ്യുന്നവൻ, വേഗം സഞ്ചരിക്കുന്നവൻ, അല്ലെങ്കിൽ വേഗത്തിൽ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് സരീ എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു സരീഉൽ ഹിസാബാണ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക്, വിചാരണ. വളരെ എളുപ്പത്തിൽ വിചാരണ ചെയ്യുന്നവനും കണക്ക് നോക്കുന്നവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അന്നേ ദിവസം ലാ ദുൽമൽ യൗം, അന്നേ ദിവസം ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. ഓരോ മനുഷ്യനും താൻ എന്താണോ സമ്പാദിച്ചത് ആ സമ്പാദിച്ചതിനനുസരിച്ച് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. അതാണ് അൽ യൗമ തുജ്സ, ഇന്നേ ദിവസം പ്രതിഫലം നൽകപ്പെടും. കുല്ലു നഫ്സിൻ, ഓരോ ആളുകൾക്കും ബിമാ കസബത്ത്, അവർ പരിശ്രമിച്ചത്, അധ്വാനിച്ചത് ഏത് വിഷയത്തിലാണോ അതിനനുസരിച്ച്. ലാ ദുൽമൽ യൗം, അന്നേ ദിവസം ലുൽമില്ല, അതിക്രമമില്ല, അനീതിയില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ വേഗം വിചാരണ നോക്കുന്നവനാകുന്നു. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, വഖൗലുഹു ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു എളുപ്പത്തിൽ കണക്ക് നോക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഐ യുഹാസിബുൽ ഖലായിഖ കുല്ലഹും, മുഴുവൻ സൃഷ്ടികൾക്കിടയിലും അവന് വിചാരണ നടത്തും. മനുഷ്യർക്കിടയിൽ, ജിന്നുകൾക്കിടയിൽ, മറ്റു ജീവജാലങ്ങൾക്കിടയിൽ വരെ നീതിപൂർവം വിധി നടത്തപ്പെടും. കമാ യുഹാസിബു നഫ്സൻ വാഹിദ, അത് പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നഫ്സിനെ, ഒരാളെ വിചാരണ ചെയ്യുന്നത് പോലെയാണ് മുഴുവൻ ജനങ്ങളെയും വിചാരണ ചെയ്യുക എന്നത്. അള്ളാഹുവിന് അതൊരു പ്രയാസമില്ല. മനുഷ്യർക്കാണ് ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ, ഒരാൾ കഴിഞ്ഞാൽ മറ്റൊരാൾ. അത് മനുഷ്യൻ്റെ ദുർബലതയാണ്. നമുക്കറിയാം, നമ്മുടെ കോടതികളിലൊക്കെ വിചാരണ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലതാമസം എടുത്തിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ, പക്ഷേ വിചാരണ തുടങ്ങാൻ അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്, അപ്പോഴേ അത് നടക്കുകയുള്ളൂ. 50,000 വർഷത്തെ ദൈർഘ്യം മഹ്ശറിൽ കാത്തു നിൽക്കണം. അതിനുശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത്. പക്ഷേ വിചാരണ ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഏതുപോലെയാണ്? ഒരാളെ വിചാരണ ചെയ്യുന്നത് പോലെ മാത്രമാണ്. ആളുകളുടെ എണ്ണത്തിൻ്റെ കൂടുതൽ അള്ളാഹുവിനൊരു പ്രശ്നമേ അല്ല. ഏതുപോലെ? കമാ ഖാല, അള്ളാഹു പറഞ്ഞതുപോലെ, മാ ഖൽഖുക്കും വലാ ബഅസുക്കും ഇല്ലാ കനഫ്സിൻ വാഹിദ, സൂറത്തുൽ ലുഖ്മാനിലെ 28-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളെ സൃഷ്ടിക്കുക എന്നതും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതും ഒരു നഫ്സിനെ സൃഷ്ടിക്കുന്നത് പോലെയും ഒരു നഫ്സിനെ പുനർജീവിതം നൽകിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് പോലെയുമാണ്. ഒരുപാട് ആളുകളുണ്ട് എന്ന് കരുതി അള്ളാഹുവിന് പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹുവിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തോടും ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഖമറിലെ 50-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വമാ അംറുന ഇല്ലാ വാഹിദ, നമ്മുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൽപ്പനയാണ്. കലംഹിം ബിൽ ബസർ, അത് കണ്ണിമ വെട്ടുന്നത് പോലെയാണ്, അത്രയും എളുപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. അപ്പോൾ ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഏതുപോലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സൽസലയിൽ പറഞ്ഞതുപോലെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. മിസ്ഖാലു ദർറത്ത്, നന്മ ചെയ്താൽ അള്ളാഹു അത് പാഴാക്കി കളയില്ല, മറിച്ച് അതവിടെ വിചാരണക്ക് കൊണ്ടുവരപ്പെടുകയും അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം അവിടെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ മിസ്ഖാല് ദർറത്ത് ഷർറാണെങ്കിലും അണുമണിത്തൂക്കം തിന്മയാണെങ്കിലും അതും കൊണ്ടുവരപ്പെടും, അതിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകപ്പെടുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് പ്രതിഫലം നൽകുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനുമാകുന്നു. നന്മ ചെയ്ത ആളുകൾക്ക് അവരുടെ ഓരോ പ്രവർത്തനത്തിനനുസരിച്ച് പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. സൃഷ്ടികൾക്കാർക്കും അത് സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ ഓരോ സെക്കൻഡിനുമനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ആർക്കാണ് കഴിയുക? മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ആർക്കാണ് കഴിയുക? സൃഷ്ടികൾക്കൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ഹൃദയത്തിലുള്ളതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുക എന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്നതാണ്. ഓരോ അണുമണിത്തൂക്കം അമലിനും പ്രതിഫലം കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് കഴിയുന്നത്. ഒരാൾക്ക് ഒരു നന്മക്ക് 10ഉം പിന്നെ 700ഉം അതിൽ കൂടുതലും നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതേ സന്ദർഭത്തിൽ തിന്മ ചെയ്താൽ അയാൾക്ക് അള്ളാഹു ഇരട്ടിപ്പിക്കുന്നില്ല, ചെയ്ത തെറ്റിന് മാത്രമാണ് ശിക്ഷ. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയും ചെയ്തേക്കാം. ഈ നിലക്ക് എല്ലാ അർത്ഥത്തിലും നീതിപൂർവവും നന്മ നിറഞ്ഞതുമായ ഒരു വിചാരണയാണ് അന്ന് ഉണ്ടാവുക. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ
വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ഷൈഅ. ഖിയാമത്ത് നാളിൽ അല്ലാഹു നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ഒരു നഫ്സിനോടും ഒരു നിലക്കുമുള്ള അനീതി കാണിക്കപ്പെടുകയില്ല. ഒരാളോടും വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബിൻ. കടുകുമണിയോളം നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും നാം അത് കൊണ്ടുവരും, വിചാരണ ചെയ്യാൻ നാം മതിയായവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ കടുകുമണിയോളമുള്ള നിസ്സാര വിഷയങ്ങൾ വരെ കൃത്യമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അന്നേ ദിവസം ഫലാ തുളമു നഫ്സുൻ ഷൈആ, ഒരു മനുഷ്യനോടും ഒരു നിലക്കുമുള്ള അനീതി കാണിക്കപ്പെടുകയില്ല. നരകാവകാശിക്ക് അത് അർഹനായവന് മാത്രമേ നരകം കിട്ടുകയുള്ളൂ. ഏകപക്ഷീയമായി അല്ലാഹു ഒരാളെയും നരകത്തിൽ ശിക്ഷിക്കുകയില്ല. അതേപോലെ തന്നെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടും അവൻ്റെ ഫളല് കൊണ്ടും അവൻ്റെ അടിമകളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ നിലക്ക് ഒരു നിലക്കും ളുൽമ കാണിക്കാത്ത, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അണുമണിത്തൂക്കം പോലും അല്ലാഹു അനീതി കാണിക്കുകയില്ല. ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. എൻ്റെ അടിമകളെ, ഞാൻ എൻ്റെ നഫ്സിൽ അനീതിയെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ളുൽമ ചെയ്യില്ല, അനീതി ചെയ്യുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു അതിനെ ഹറാമാക്കിയിരിക്കുന്നു സ്വന്തം ദാത്തിൽ. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല അന്ന് കൃത്യമായ പ്രതിഫലം നൽകും. അൽ യൗം, ഇന്നേ ദിവസം, തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ മനുഷ്യനും താൻ എന്താണോ അധ്വാനിച്ചത്, അത് അണുമണിത്തൂക്കം നന്മയാണെങ്കിൽ അങ്ങനെ, തിന്മയാണെങ്കിൽ അങ്ങനെ, അതിനനുസരിച്ചുള്ള പ്രതിഫലം അന്ന് നൽകപ്പെടും. ലാ ളുൽമൽ യൗമ, അന്നേ ദിവസം ഒരനീതിയില്ല, അക്രമമില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ നോക്കുന്നവനാകുന്നു. സൂറത്തു ആല ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പരിപൂർണമായും നിറവേറ്റി നൽകുന്നതാണ്. എല്ലാവരും ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വളരെ കൃത്യമായി സൂക്ഷ്മമായി പ്രതിഫലം നൽകുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ഇതാണ് 17-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ നബിയെ വ അൻസിറുഹും, നീ അവർക്ക് താക്കീത് നൽകുക. അൻസറ യുൻസിറു ഇൻസാറൻ, അൻസറ താക്കീത് നൽകുക. എന്താണ് താക്കീത് നൽകേണ്ടത്? യൗമൽ ആസിഫ, ആസിഫത്തിൻ്റെ ദിവസം. ആസിഫത്തിൻ്റെ ദിവസം എന്താണ്? ആസിഫ എന്ന് പറഞ്ഞാൽ അസിഫ യഅ്സഫു അസഫൻ. അസിഫ എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക എന്നാണ്. അസിഫത്തിൽ ആസിഫ എന്ന് ഖുർആനിൽ കാണാം. അപ്പോൾ അസിഫ എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക. യഅ്സഫു അസഫൻ ഫഹുവ ആസിഫ്, അങ്ങനെ അടുത്ത് വരുന്നതിനാണ് ആസിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആസിഫത്ത് എന്ന് പറഞ്ഞാൽ അടുത്തു വരുന്നത്, സമീപസ്ഥമായത്, വളരെ അടുത്തായിട്ടുള്ള ദിവസത്തെ, അതാണ് യൗമുൽ ആസിഫ എന്ന് പറഞ്ഞാൽ. ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? താക്കീത് നൽകണം. ഇതിൽ ഖുലൂബു, അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അൽ ഖുലൂബു, ഖൽബിൻ്റെ ജംആണ് ഖുലൂബ്, ഹൃദയങ്ങൾ. ലദൽ ഹനാജിരി, ഹനാജിറിൻ്റെ അടുത്തെത്തും. എന്താണ് ഹനാജിർ എന്ന് പറഞ്ഞാൽ? ഹനാജിർ എന്ന് പറഞ്ഞാൽ ഹൻജറ എന്നതിൻ്റെ ജംആണ് ഹനാജിർ. ഹൻജറ എന്നതിൻ്റെ ജംആണ് ഹനാജിർ. ഹുൽഖൂം, തൊണ്ടക്കുഴി. തൊണ്ടക്കാണ് ഹുൽഖൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹൽക്ക്, അതിനാണ് ഹൻജറ എന്ന് പറയുന്നത്. ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് പേടിച്ചിട്ട് മേലോട്ട് വരുമെന്നാണ്. തൊണ്ടക്കുഴിയുടെ അടുത്തേക്ക് ഹൃദയങ്ങൾ എത്തിപ്പോകുന്ന ഒരു ദിവസം. കാളിമീൻ, അവർ അന്ന് കാളിമീങ്ങളായിരിക്കും. കലമ എന്ന് പറഞ്ഞാൽ, കലമ യക്ലിമു കലുമൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. പിടിച്ചു വെക്കുക, കോപമടക്കുക, മിണ്ടാതിരിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. കലമ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, പിടിച്ചു വെക്കുക. അതാണ് കാളിമീൻ അൽ ഗൈള എന്ന് ഖുർആനിൽ കാണാം. കോപം അടക്കി വെക്കുന്നവർ, ദേഷ്യം കൊണ്ട് ഒന്നും ചീത്ത പറയാത്തവർ, മറിച്ച് മൗനം അവലംബിക്കുന്നവർ. അപ്പോൾ കാളിമീൻ, അന്നവർ മൗനം അവലംബിക്കുക, അവർക്കൊന്നും മിണ്ടാൻ കഴിയില്ല, ഒന്നും സംസാരിക്കില്ല. അതോടൊപ്പം തന്നെ അവർക്ക് അവരോട് തന്നെ തോന്നുന്ന ദേഷ്യവും മറ്റും അവർ അടക്കി പിടിക്കും. കാളിമീന മാലിദ്വാലിമീന മിൻ ഹമീമിൻ,
അന്നേ ദിവസം മാലി ലാലിമീൻ, ലാലിമീങ്ങൾക്ക് അക്രമകാരികൾക്കുണ്ടാവുകയില്ല, മിൻ ഹമീമിൻ, ഹമീം എന്ന് പറഞ്ഞാൽ തോഴൻ, കൂട്ടുകാരൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബന്ധു, മിത്രം, കൂട്ടുകാരൻ, തോഴൻ എന്നൊക്കെയാണ് ഹമീം എന്ന വാക്കിൻ്റെ അർത്ഥം. അന്ന് അവർക്ക് ഒരു കൂട്ടുകാരനും ഉണ്ടാവുകയില്ല. വലാ ഷഫീഇൻ, അതേപോലെ തന്നെ ഷഫീഅ് അഥവാ ശുപാർശകൻ, ഷഫാഅത്ത് നടത്തുന്ന ആൾക്കാണ് ഷഫീ എന്ന് പറയാം. വലാ ഷഫീഇൻ, ഒരു ശുപാർശകനും ഉണ്ടാവുകയില്ല. യുതാഉ, അനുസരിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ശുപാർശക്ക് ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കപ്പെടുന്ന, ഭൂമിയിൽ അവർ ജൽപ്പിച്ച രൂപത്തിലുള്ള ഒരു ശുപാർശകനും അവർക്ക് ഉണ്ടാവുകയില്ല. യുതാഉ എന്നത് അതാ എന്നതിൽ നിന്ന് വന്നതാണ്. അതാ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക, യുതാഉ അനുസരിക്കപ്പെടുക. അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമ്മുടെ സ്വാധീനം വെച്ചോ അതല്ലെങ്കിൽ നമ്മളുടേതായ ഒരു ഇഷ്ടം, നമുക്ക് പരിചയമുള്ള ഒരാളെ നമുക്ക് ശുപാർശകനായി സ്വീകരിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടപ്രകാരം അവർ ശുപാർശ ചെയ്യും, നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും. അങ്ങനെ ഒരു അവസ്ഥ ഖിയാമത്ത് നാളിലില്ല. പരിപൂർണമായും ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശയുടെ പരിപൂർണമായ അധികാരവും അള്ളാഹുവിന് മാത്രമാകുന്ന ദിവസമാണത്. അതുകൊണ്ട് തന്നെ അനുസരിക്കപ്പെടുന്ന ശുപാർശകനോ കൂട്ടുകാരനോ സഹായിക്കാനുള്ള കൂട്ടുകാരനോ അന്ന് ലാലിമീങ്ങളായ ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ അൻദിർഹും, നീ അവർക്ക് താക്കീത് നൽകുക, യൗമൽ ആസിഫ, ആസിഫത്തിൻ്റെ ദിവസം. അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, യൗമുൽ ആസിഫ എന്ന് പറഞ്ഞാൽ ഹുവ ഇസ്മുൻ മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഇസ്മുൻ മിൻ അസ്മാഇ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഒരു പേരാണ് യൗമുൽ ആസിഫ, സമീപസ്ഥമായ ദിവസം. കാരണം ഏത് വരുന്നതും വരുമെന്നുറപ്പുള്ളത് എത്ര വൈകിയാലും വരും. അതുകൊണ്ട് എത്ര വിദൂരമാണെങ്കിലും അതെന്ത് തന്നെയാണ്, അത് അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, ആളുകൾ അതിനെ വിദൂരമായി കാണുന്നു, പക്ഷേ നാം അതിനെ അടുത്തായിട്ടാണ് കാണുന്നത്. കാരണം കുല്ലു ആത്തിൻ ആത്ത്, വരുന്ന ഏതൊരാളും വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് സമീപസ്ഥമാണ്. സുമ്മിയത് ബിദാലിക ലിഖ്തിറാബിഹ, യൗമുൽ ആസിഫ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം അത് ഏറ്റവും സമീപസ്ഥമാണ് എന്നതുകൊണ്ടാണ്, അടുത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പേര് നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൻ നജ്മിലെ 57-58 വചനങ്ങളിൽ പറഞ്ഞതുപോലെ, അസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ഏറ്റവും അടുത്ത ആ ദിവസം വീണ്ടും അടുത്തിരിക്കുന്നു. അതാണ് അസിഫത്തിൽ ആസിഫ, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അടുത്തിരിക്കുന്നു. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, അല്ലാഹു അല്ലാതെ അതിനെ വെളിപ്പെടുത്തുന്ന വേറെ ആരുമില്ല. സൂറത്തുൽ ഖമറിലെ 1-ാമത്തെ ആയത്ത്, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. സൂറത്തുൽ അംബിയായിലെയും 1-ാമത്തെ ആയത്ത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 1-ാമത്തെ ആയത്ത്, അതാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു, ഫലാ തസ്തഅജിലു, നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് 27-ാമത്തെ ആയത്ത്, ഫലമ്മാ റഔഹു സുൽഫതൻ, അതിനെ സമീപസ്ഥമായി അവർ കാണുന്ന ആ ഒരു സന്ദർഭം, സീഅത് വുജൂഹുൽ ലദീന കഫറു, സത്യനിഷേധികളുടെ മുഖങ്ങൾ അന്ന് പ്രയാസപ്പെടും. അപ്പോൾ ആസിഫത്ത് എന്ന് പറഞ്ഞാൽ സമീപസ്ഥമായ, അധികം വിദൂരമല്ലാത്ത ആ ഒരു ദിവസം. അത് ഖിയാമത്ത് നാളിന് ആ ഒരു പേര് നൽകപ്പെടാനുള്ള കാരണം ഖിയാമത്ത് നാൾ വളരെ അടുത്ത് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും ഖിയാമത്ത് നാളും 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ഞാനും ഖിയാമത്ത് നാളും വളരെ അടുത്തായിക്കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഒരു ദിവസത്തെ സംബന്ധിച്ച് മനുഷ്യന്മാർക്ക് താക്കീത് നൽകണമെന്നാണ്. അൻദിർഹും, മനുഷ്യർക്ക് താക്കീത് നൽകണം, യൗമൽ ആസിഫ, ആ ഒരു സമീപസ്ഥമായ ദിവസത്തെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്. ലോകത്ത് കടന്നു വന്ന സകല അമ്പിയാക്കളും താക്കീത് നൽകുന്നവരാണ്. അതുകൊണ്ടാണ് മുബശ്ശിരീന വ മുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും അയക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നത് ഖിയാമത്ത് നാളിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളമായി അത് നിർവഹിച്ചു. പ്രവാചകൻ്റെ അനുയായികളും പ്രവാചകനെ പിൻപറ്റുന്ന പ്രബോധകന്മാരും അവരുടെ ജീവിതത്തിലെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി സ്വീകരിക്കേണ്ടത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള താക്കീതായിരിക്കണം. പലപ്പോഴും അത്തരം വിഷയങ്ങൾ പ്രബോധന മേഖലയിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സത്യനിഷേധികളായ ആളുകളോട് ഏറ്റവും കൂടുതൽ പറയേണ്ടുന്ന വിഷയങ്ങളിലൊന്ന് മരണാനന്തര ജീവിതമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ പ്രാധാന്യം പോലും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് പരലോകം പറഞ്ഞുകൊണ്ടാണ്. കാരണം പരലോകമില്ലെങ്കിൽ, സ്വർഗവും നരകവും ഇല്ലെങ്കിൽ പിന്നെ ഈ വിഷയങ്ങളൊന്നും പറയേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. എന്നാൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൗഹീദ് പ്രാധാന്യമുള്ളതായി തീരുന്നതും. അപ്പോൾ ആദർശപരമായ ഏത് കാര്യങ്ങളുടെയും പ്രാധാന്യം ഖിയാമത്ത് നാൾ ഉള്ളതുകൊണ്ടാണ്, സ്വർഗവും നരകവും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിചാരണയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പ്രസക്തമായ വിഷയം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ തന്നെയാണ്, മഹ്ശറാണ്, വിചാരണയാണ്. അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ദിവസത്തിൻ്റെ ഭയാനകതയെ സംബന്ധിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ ഖുലൂബു, ഹൃദയങ്ങളെല്ലാം ലദൽ ഹനാജിർ, ഹനാജിറിൻ്റെ അടുക്കലെത്തും, കാളിമീൻ, അന്നവർ മൗനികളുമായിരിക്കും. ഖാല ഖതാദ വഖഫത്തിൽ ഖുലൂബു ഫിൽ ഹനാജിരി മിനൽ ഖൗഫ്, പേടി കൊണ്ട്, ഭയം കൊണ്ട് ഹൃദയം മേലോട്ട് വരും, എന്നിട്ട് അത് തൊണ്ടക്കുഴിയുടെ അടുക്കൽ തങ്ങി നിൽക്കും. ഫലാ തഖ്റുജു, അത് പുറത്തേക്ക് വരികയില്ല. വലാ തഊദു ഇലാ അമാകിനിഹ, എന്നാൽ അതിൻ്റെ ഒറിജിനൽ സ്ഥാനത്തേക്ക് മടങ്ങുകയുമില്ല. ഹൃദയം നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ, അവിടെ അത് നിൽക്കൂല. പേടിച്ചിട്ട് അത് തൊണ്ടക്കുഴി വരെ എത്തും, എന്നാൽ പുറത്തേക്ക് പോവുകയുമില്ല, അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുകയുമില്ല. ഖാല ഇക്രിമത്തു വസ്സുദ്ദി വഗൈറു വാഹിദിൻ, ധാരാളം ആളുകൾ ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതായി അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതേപോലെ തന്നെ വമഅന കാളിമീൻ ഐ സാക്കിത്തീൻ, കാളിമീൻ എന്ന് പറഞ്ഞാൽ സാക്കിത്തീൻ, മിണ്ടുകയില്ല, അന്ന് ആരും സംസാരിക്കുകയില്ല. ലാ യതകല്ലമു അഹദുൻ ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അന്ന് ഒരാളും സംസാരിക്കുകയില്ല. ഏതുപോലെ സൂറത്തു അന്നബയിലെ 38-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ, പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മലക്കുകളും സഫ് സഫായി നിൽക്കുന്ന ഒരു ദിവസം, ലാ യതകല്ലമൂൻ, അന്ന് മനുഷ്യൻ സംസാരിക്കുകയില്ല, ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹു അനുവാദം നൽകിയവരല്ലാതെ, വഖാല സവാബ, അതേപോലെ തന്നെ ഹക്കായ കലിമത്തു തൗഹീദ് പറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ട ആളുകൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ അനുവാദത്തിന് ശേഷം മാത്രമാണ് അവർക്ക് സംസാരിക്കാൻ കഴിയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അമ്പിയാക്കളുടെ നേതാവായ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചതിന് ശേഷം മാത്രമാണ് സംസാരിക്കുന്നത്, ശുപാർശ പറയുന്നത്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആർക്കാണ് സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെയുള്ള ആ ഒരു ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ മാലിൽ ളാലിമീന മിൻ ഹമീമിൻ, അന്ന് ളാലിമീങ്ങൾക്ക് ഒരു കൂട്ടുകാരനും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തു സുഖ്റുഫിൽ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, കൂട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരിക്കും. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല, അന്ന് ളാലിമീങ്ങൾ കൈകടിക്കും, എന്നിട്ട് അവർ പറയും, ഞാൻ ഇത്തഖദ്തു മഅർ റസൂലി സബീല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സത്യനിഷേധികൾ പറയും. അപ്പോൾ സത്യനിഷേധികൾക്ക് സുഹൃത്ത് ബന്ധം യാതൊരു നിലക്കും ഉപകാരപ്പെടാത്ത ദിവസമാണ് ഖിയാമത്ത് നാൾ. മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമാണ് ആ ഒരു സ്നേഹബന്ധവും സുഹൃത്ത് ബന്ധവും ഉപകാരപ്പെടുക. അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾ ഒഴികെ. തഖ്വയുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടും. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ശുപാർശ പറയാനും കൂട്ടുകാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഖിയാമത്ത് നാളിൽ അനുവാദം നൽകുന്നതാണ്. അതല്ലാത്ത ആളുകൾക്കൊന്നും ഇതൊന്നും യാതൊരു നിലക്കും ഉപകാരപ്പെടുകയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി, അന്ന് മാതാപിതാക്കളും ഇണകളും സഹോദരങ്ങളുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകലുന്ന
മറ്റുള്ളവരിൽ നിന്ന് ഓടി അകലുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അന്നേ ദിവസം മാലിൽ ളാലിമീന മിൻ ഹമീമിൻ, അന്ന് ളാലിമീങ്ങൾക്ക് യാതൊരു കൂട്ടുകാരും ഉണ്ടാവുകയില്ല, സുഹൃത്ത് ബന്ധങ്ങൾ അന്ന് ഉപകാരപ്പെടുകയില്ല. വലാ ഷഫീഇൻ യുതാഉ, അനുസരിക്കപ്പെടുന്ന ഒരു ഷഫീഉം ശുപാർശകനും ഉണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ വെച്ച് പലരും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും അവർക്ക് നേർച്ച വഴിപാടുകളും മറ്റു ആരാധനാ കർമ്മങ്ങളും അർപ്പിക്കുന്നതുമൊക്കെ എന്തടിസ്ഥാനത്തിലാണ്? ഖിയാമത്ത് നാളിൽ അവർ ഇവർക്ക് ശുപാർശ പറയുമെന്ന അടിസ്ഥാനത്തിലാണ്. യഖൂലൂന ഹഉലായി ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ശുപാർശ അതിനെയെല്ലാം അള്ളാഹു നിഷേധിക്കുന്നു. ശുപാർശ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അതാർക്ക് മാത്രം? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച, അള്ളാഹുവിന് മാത്രം നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ച ശുദ്ധ മുവഹിദുകളായ ആളുകൾക്ക്. അതാണ് ഇല്ലാമൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ ഹക്ക്. അതനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രമാണ് ശുപാർശ ഉപകാരപ്പെടുക. അവർക്ക് വേണ്ടി മാത്രമാണ് മലക്കുകൾക്ക് ശുപാർശ പറയാൻ അനുവാദമുണ്ടാവുക, അമ്പിയാക്കൾക്കും ശുപാർശ പറയാൻ അനുവാദമുണ്ടാവുക. ഷിർക്കിൻ്റെ ഒരാൾക്കും അന്ന് യാതൊരു ശുപാർശകനെയും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു ശുപാർശകനുമില്ല എന്ന് വളരെ കൃത്യമായി പറയാനുള്ള കാരണം, ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശയുടെ മുഴുവൻ അധികാരവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയാനുള്ള കാരണവും അതുതന്നെയാണ്. എന്നാൽ ഇവിടെ ചില ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവർക്ക് നേർച്ചയാക്കിയാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറഞ്ഞ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തരും. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാറുണ്ട്, വഞ്ചിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഷെയ്ഖിൻ്റെ മുരീദായാൽ, ആ ഷെയ്ഖിൻ്റെ പ്രീതിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ, ആ ഷെയ്ഖ് ശുപാർശ പറഞ്ഞ് എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന ധാരണയാണ് പല ആളുകൾക്കുമുള്ളത്. അത്തരം ധാരണകളൊക്കെ ഖിയാമത്ത് നാളിൽ തിരുത്തപ്പെടും. അമ്പിയാക്കൾ പോലും സംസാരിക്കാൻ ഭയപ്പെടുന്ന ദിവസമാണത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമു വരെയുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ വിചാരണ ഒന്ന് എളുപ്പത്തിലാക്കണമേ എന്ന് പോലും പറയാൻ ഭയപ്പെടുന്ന ദിവസമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അവസാനം ആ ഒരു അനുവാദം ആർക്ക് മാത്രമാണ്? അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ലഭിക്കപ്പെടുന്നത്. അത് തന്നെ വിചാരണ എളുപ്പത്തിലാക്കണമേ എന്ന ശുപാർശയാണ്. അതിനുള്ള അനുവാദം ലഭിക്കാൻ വേണ്ടി പോലും ഒരുപാട് കാലം സുജൂദിൽ വീഴുമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാലം സുജൂദിൽ വീണ് അള്ളാഹുവിനെ വാഴ്ത്തി അവൻ്റെ സനാഅുകളും അവൻ്റെ ഹംദുകളും പാടി പുകഴ്ത്തിയതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സംസാരിക്കാനുള്ള അനുവാദം നൽകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു ദിവസമാണത്. അന്ന് ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾക്ക്, ശുപാർശയിലൂടെ തങ്ങളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിന് പുറമെയുള്ള ഔലിയാക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആ ശുപാർശ ലഭിക്കില്ല എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അവർ നിരാശപ്പെട്ടു പോകും. ഇത് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ ലഖദ് തഖത്തഅ ബൈനകും വദല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഖിയാമത്ത് നാളിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് വരിക. അതേപോലെ തന്നെ നിങ്ങൾ ശുപാർശക്കാരാണ് എന്ന് ജൽപ്പിച്ച ആളുകളൊക്കെ നിങ്ങളിൽ നിന്ന് ബന്ധം മുറിച്ചു കളയും. അന്ന് അല്ലാഹു ചോദിക്കും, വമാ നറാ മഅകും ശുഫആഅകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, നിങ്ങളുടെ കാര്യത്തിൽ പങ്കാളികളാണ്, ശരീക്കുകളാണ് എന്ന് നിങ്ങൾ ജൽപ്പിച്ച പങ്കുകാരെയൊന്നും ഇന്ന് കാണുന്നില്ലല്ലോ, എവിടെ പോയി? ലഖദ് തഖത്തഅ ബൈനകും, നിങ്ങൾക്കിടയിൽ ബന്ധം മുറിഞ്ഞുപോയിരിക്കുന്നു, നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, ആരും ഉണ്ടാവുകയില്ല. മനുഷ്യൻ കണക്ക് കൂട്ടിയതിൽ നിന്നെല്ലാം വിപരീതമായ ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് അമലുകൾ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് അൽ യൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ നഫ്സും താൻ എന്താണോ പ്രവർത്തിച്ചത് അത് മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുകയില്ല. ഓരോ മനുഷ്യനും താൻ എന്താണോ പ്രവർത്തിച്ചത്, താൻ എന്താണോ അധ്വാനിച്ചത് അത് മാത്രമാണ് അന്നേ ദിവസം
ലഭിക്കുക. അങ്ങനെയുള്ള ഭയാനകരമായ തങ്ങളുടെ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും മാത്രം രക്ഷപ്പെടാൻ സാധിക്കുന്ന എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ നീതി നടപ്പിലാക്കപ്പെടുന്ന ദിവസമാണത്. കുറേ ആളുകൾ സൽക്രമവുമായി വരുന്നു, വേറെ ചില ആളുകൾ എല്ലാ ദുഷിച്ച കാര്യവും ചെയ്തിട്ട് ചില ആളുകളുടെ ശുപാർശയിലൂടെ രക്ഷപ്പെടുക. അത് ഈ ലോകത്തൊരു പക്ഷേ നടന്നേക്കാം, അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് നടക്കുകയില്ല. കാരണം ഒരു ളുൽമും കാണിക്കപ്പെടാത്ത ലോകമാണത്. എല്ലാവർക്കും തുല്യനീതി മാത്രം, അമല് ചെയ്തവന് മാത്രം പ്രതിഫലം, അല്ലാത്തവർക്കില്ല. ശുപാർശയിലൂടെ രക്ഷപ്പെടാമെന്നൊരാളും വിചാരിക്കേണ്ടതില്ല. എന്നാൽ ശുപാർശ ലഭിക്കും ആർക്ക്? തൗഹീദുള്ള ആളുകൾക്ക്, സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ പരമാവധി പരിശ്രമിച്ച ആളുകൾക്ക് ശുപാർശകൾ ഉപകാരപ്പെടും. അതല്ലാത്ത നിലക്ക് ചുളിവിലൂടെ രക്ഷപ്പെടാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ലാത്ത ലോകമാണത്. അത്തരമൊരു ലോകത്തെ സംബന്ധിച്ചും ആ ഒരു മഹ്ശറിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാനാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഏറെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന വിഷയമാണ് മഹ്ശർ. മഹ്ശർ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടി അങ്ങനെ സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്കും നരകക്കാർ നരകത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കേവല ധാരണയല്ല. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ മഹ്ശറിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലേ ആ ഒരു ലോകത്തെ ശരിയായ രൂപത്തിൽ ഭയപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ അൻദിർഹും, ജനങ്ങൾക്ക് താക്കീത് നൽകണം, അവരെ ഓർമ്മപ്പെടുത്തണം. യൗമൽ ആസിഫ, സമീപസ്ഥമായി, അധിക ദൂരമൊന്നും ഇനി അതിനില്ല, അത് വളരെ അടുത്താണ്. ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, അതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് സമീപസ്ഥമാണ്. ആ ഒരു ദിവസത്തെക്കുറിച്ച് താക്കീത് നൽകണം. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, ആ ദിവസത്തിൻ്റെ ഭയാനകത കൊണ്ട് ഹൃദയങ്ങളെല്ലാം തൊണ്ടക്കുഴി വരെ എത്തിപ്പോകും. എന്നാൽ അത് പുറത്തേക്ക് ചാടുകയുമില്ല, യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുകയുമില്ല. മാലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ, അക്രമികളായ ആളുകൾക്കന്ന് കൂട്ടുകാരോ സഹായികളോ ആരുമുണ്ടാവുകയില്ല, അനുസരിക്കപ്പെടുന്ന ശുപാർശകരും ഉണ്ടാവുകയില്ല. ആ ഒരു ദിവസം രക്ഷപ്പെടുന്ന വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.